മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 എന്ന് പറയുന്നത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസും ദെൻ ലിസ്റ്റ് 2 എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ഗോള് എന്നുള്ളതുമാണ്. സോ എന്താണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്? മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ലിസ്റ്റ് 1 പറയുന്നത് MDG1, MDG2, MDG4 ആൻഡ് MDG7 എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാണ്. ലിസ്റ്റ് 1 പറയുന്നത് MDG1, MDG2, MDG4 ആൻഡ് MDG7 എന്നുള്ളതാണ്. ലിസ്റ്റ് 2 പറയുന്നത് എൻഷുർ എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് ഫോർത്ത് വൺ എൻഡ് പോവർട്ടി ആൻഡ് ഹങ്കർ. ഇതിന്റെ ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ ആൻസർ അറിയുന്നവർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൻസർ അറിയുന്നവർ താഴെ കമന്റ് ചെയ്യുക എന്താണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. ഏറ്റവും അവസാനം കഴിഞ്ഞ ഡിസംബർ 2024 ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ ആദ്യം ഈ ഒരു ഏരിയ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. MDG അല്ലെങ്കിൽ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത് എൻവിറോൺമെന്റ് എന്നുള്ള ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് MDG അല്ലെങ്കിൽ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ളത്. MDG അല്ലെങ്കിൽ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത് UN അസംബ്ലി അഡോപ്റ്റ് ദി മില്ലേനിയം ഡിക്ലറേഷൻ ഇൻ സെപ്റ്റംബർ 2000 UN അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഗോൾസ് ആണ് MDG അല്ലെങ്കിൽ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. 2000 എന്നുള്ള വർഷത്തിലാണ് അതിനെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ടേം വന്നിട്ടുള്ളത് മില്ലേനിയം എന്നുള്ളത്. അറിഞ്ഞിരിക്കുക, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് അല്ലെങ്കിൽ MDG എന്ന് പറയുമ്പോൾ അത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള വർഷം 2000 ആണ് എന്നുള്ളത്. 8 ഗോൾസ്, ടോട്ടൽ നമ്പർ ഓഫ് ഗോൾസ് എന്നുള്ളത് 8 ഗോൾസ് ആണ് ഈ ഒരു MDGക്ക് അകത്തുള്ളത്. UN മെമ്പർ ആയിട്ടുള്ള 189 മെമ്പേഴ്സ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഗോൾസ് ആണ് ഈ MDG എന്ന് പറയുന്നത്. സോ അറിഞ്ഞിരിക്കുക, MDG അല്ലെങ്കിൽ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത് 2000 എന്നുള്ള വർഷത്തിൽ UN അസംബ്ലി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഗോൾസിന് നമ്മൾ പറയുന്ന പേരാണ് MDG എന്നുള്ളത്. 8 ഗോൾസ് ഉൾപ്പെടുന്ന ഒരു സെറ്റ് ആണ് MDG എന്നുള്ളത്. MDG എന്ന് പറയുന്നതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട MDG ഗോൾസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. സോ അറിഞ്ഞിരിക്കുക, MDG എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 8 ഗോൾസ് ആണ് MDGയിലുള്ളത് എന്നുള്ളത്. ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് എറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഗോള്. എക്സ്ട്രീം പോവർട്ടി, വേൾഡിൽ അന്നുള്ള എക്സ്ട്രീം പോവർട്ടിയും അതുപോലെ തന്നെ ഹങ്കറും, പട്ടിണിയും വിശപ്പും ദാരിദ്ര്യവും ഒക്കെ എറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഗോൾ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ വന്നിട്ടുള്ള അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. തേർഡ് വൺ എന്ന് പറയുന്നത് പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വുമൺ എംപവർമെന്റ്, ജെൻഡർ ഇക്വാലിറ്റി പോലെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഗോളാണ് തേർഡ് ഗോൾ എന്ന് പറയുന്നത്. ഫോർത്ത് ഗോൾ എന്ന് പറയുന്നത് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ശിശു മരണ നിരക്ക് കുറക്കുക എന്നുള്ളതാണ് എന്ത് ഫോർത്ത് ഗോൾ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ഗോൾ എന്ന് പറയുന്നത് ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. സിക്സ്ത് ഗോൾ എന്ന് പറയുന്നത് കോമ്പാറ്റ് HIV, എയ്ഡ്സ്, മലേറിയ ആൻഡ് അതർ ഡിസീസ്. HIV പോലെ, എയ്ഡ്സ് പോലെ, മലേറിയ പോലെയുള്ള ഡിസീസുകളെ കോമ്പാറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിക്സ്ത് ഗോള്. സെവൻത്ത് ഗോൾ എന്ന് പറയുന്നത് എൻഷുർ എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സെവൻത്ത് ഗോള്. ദെൻ എയ്ത്ത് അല്ലെങ്കിൽ ലാസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. ഈ ഒരു MDG ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ്, ഒരു വേൾഡ് ലെവലിൽ ഡിഫറെന്റ് കൺട്രീസിനിടയിൽ, രാജ്യങ്ങൾക്കിടയിൽ ഒരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് 8 ഗോൾ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള 8 ഗോളുകൾ ഉൾപ്പെടുന്നതാണ് MDG അല്ലെങ്കിൽ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ളത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് എറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. എക്സ്ട്രീം പോവർട്ടി ഹങ്കറും എറാഡിക്കേറ്റ് ചെയ്യുക. അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. ദെൻ പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വുമൺ. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. ദെൻ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്. സിക്സ്ത് വൺ എന്ന് പറയുന്നത് കോമ്പാറ്റ് HIV, എയ്ഡ്സ്, മലേറിയ ആൻഡ് അതർ ഡിസീസസ്. സെവൻത്ത് വൺ എന്ന് പറയുന്നത് എൻഷുർ എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. ദെൻ ലാസ്റ്റ് വൺ ഓർ എയ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്.
ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. ഇങ്ങനെയുള്ള 8 ഗോളുകൾ ഉൾപ്പെടുന്നതാണ് MDG അല്ലെങ്കിൽ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസുകൾ എന്നുള്ളത്. നോർമലി ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുള്ളത് ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത്. ഏതൊക്കെയാണ് ഡിഫറെന്റ് MDG എന്നുള്ളതും ആ MDGയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗോൾ നമ്പർ എത്രയാണ് എന്നുള്ളതും മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ആണ് ഉണ്ടാവാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് ഗോൾസ് തന്നിട്ട് MDG ഗോൾസ് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്നത് ഓരോ ഗോളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എത്രയാണ് എന്നുള്ളത്, MDG 1 എന്താണ്, MDG 3 എന്താണ്, MDG 7 എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ MDG 8 എന്താണ് എന്നുള്ളത്, അങ്ങനെ ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള MDG ഗോൾസ് എന്തൊക്കെയാണ് എന്നുള്ള അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു 8 ഗോളുകൾ MDG ഗോൾസിനകത്ത് വരുന്ന 8 ഗോളുകൾ അറിഞ്ഞിരിക്കുക. എറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ, അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വുമൺ, റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, ദെൻ ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്, കോമ്പാറ്റ് HIV AIDS, മലേറിയ ആൻഡ് അതർ ഡിസീസസ്, എൻഷുവർ എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. ഇതാണ് MDGയുടെ ഭാഗമായിട്ട് വരുന്ന 8 ഗോളുകൾ. ഇനി നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസും അതിൻ്റെ ഗോളിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതും MDG 1, 2, 4 and 7 എന്നുള്ള ഈ 4 MDGകൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗോൾ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഈ 4 ഓപ്ഷൻസിന് ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ് കറക്റ്റ് ആൻസർ? MDGയുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതായിരിക്കും? യെസ്, 4th വൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. MDG 1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് MDG എന്ന് പറയുന്നത് എന്തായിരുന്നു? എറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ, ഒരു എൻഡ് പോവർട്ടി ആൻഡ് ഹങ്കർ, പോവർട്ടിയും ഹങ്കറും ഒക്കെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഗോള്. MDG 2 എന്ന് പറയുന്നത് എന്തായിരുന്നു? യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് സെക്കൻഡ് MDG. ദെൻ 4th വൺ എന്ന് പറയുന്നത് എന്താണ്? 4th വൺ റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി എന്നുള്ളതാണ് 4th MDG. ദെൻ MDG 7 എന്ന് പറയുന്നത് എന്തായിരുന്നു? എൻഷുവർ എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എന്ത്? MDG 7 എന്ന് പറയുന്നത്. സോ അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണ് ഡിഫറെന്റ് MDG എന്നുള്ളത്. MDG 1 എന്ന് പറയുന്നത് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ, ദെൻ MDG 2 എന്ന് പറയുന്നത് അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, MDG 4 എന്ന് പറയുന്നത് റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, ദെൻ MDG 7 എന്ന് പറയുന്നത് എൻഷുവർ എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. ഇതാണ് MDG ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ ഒരു MDG മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.